ബഹുമാനപ്പെട്ട ഹക്ക് സാഹിബ്, മറ്റു ഉസ്താദുമാർ, ഏറെ പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഏകദേശം 1.5 വർഷത്തോളം നീണ്ടു നിന്ന ഒരു ലോക്ക്ഡൌണിനും അല്ലെങ്കിൽ ലോക്ക്ഡൌണിനോട് സമാനമായ ജീവിതത്തിന് ശേഷം കലാലയത്തിന്റെ അങ്കണത്തിലേക്ക് തിരിച്ചു വന്ന നമുക്ക് മുന്നിൽ കലയുടെ 7 ദിവസങ്ങൾ 7 ദിനരാത്രങ്ങൾ വരാനിരിക്കുകയാണ്. നമ്മുടെ അധ്യയന നയങ്ങളിൽ ഏറെ പ്രാധാന്യം നൽകുന്ന 7 ദിനങ്ങൾ പൂർണ്ണമായും നമ്മൾ നമ്മുടെ കലാഭിരുചികളെ ഊർജ്ജം കൂട്ടാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. തെഹരീം 21 കലയുടെ കലഹം എന്നൊരു പേരിൽ സ്ഥാപനത്തിലെ 385 വിദ്യാർത്ഥികളിൽ 385 വിദ്യാർത്ഥികളെ 4 ഹൗസുകളായി വിഭജിച്ച് അവർക്കിടയിൽ അവരുടെ പ്രതിഭാധനത്തെ മൂർച്ച കൂട്ടാൻ വേണ്ടി മത്സരങ്ങൾ സംഘടിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു പരിപാടിക്ക് പേര് നൽകിയിട്ടുള്ളത് തെഹരീം എന്നാണ്. തെഹരീം ബഹുമാനപ്പെട്ട ഷേഖ് സൈനുദ്ദീൻ മഖ്ദൂം അൽ അവ്വൽ, ഷേഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമന്റെ തെഹരീം അഹ്ലുൽ ഈമാൻ അലാ ജിഹാദി അബദി സ്വൽബാൻ എന്നുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അധിനിവേശ വിരുദ്ധ സമര ഗ്രന്ഥങ്ങളിൽപ്പെട്ട ഒരു ഗ്രന്ഥത്തിന്റെ പേരിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള പേര് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് 2021 നമ്മൾ നിലകൊള്ളുന്നത്. 1921 അധിനിവേശ വിരുദ്ധ മലബാർ സമരത്തിന് ഒരു ശതാബ്ദം തികയുന്ന അല്ലെങ്കിൽ അതിനൊരു നൂറ്റാണ്ട് തികയുന്ന വർഷത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അതിന്റെ പല രൂപത്തിലുള്ള ചർച്ചകൾ, അതിന്റെ പല രൂപത്തിലുള്ള വായനകൾ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അതോടൊപ്പം ഒരു കാലത്ത് മണ്ണിനും മനസ്സിനും അധികാര കസേരക്കും മേലിൽ അധിനിവേശം നടത്തിയിരുന്നവരൊക്കെ ഇന്ന് സംസ്കാരത്തിനും കലക്കും വിദ്യാഭ്യാസത്തിനും മേലെ അധിനിവേശം നടത്തുന്ന അല്ലെങ്കിൽ അതിനു മേലെ ആധിപത്യം ചെലുത്തുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മികച്ചൊരു കഥയാകണമെങ്കിൽ അത് ലിബറലായിരിക്കണമെന്ന്, അല്ലെങ്കിൽ അത് നാസ്തിക ചിന്തകളോട് അനുകൂലമായിരിക്കണം എന്നൊക്കെയുള്ള പല തരത്തിലുള്ള വായനകൾ പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് ലിബറൽ എന്ന് പറഞ്ഞാൽ അത് മതത്തിന്റെ വേലിക്കെട്ടുകൾക്ക് പുറത്താണ് എന്നുപോലെയുള്ള നാസ്തികരുടെ ചിന്തകൾ അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തെഹരീം എന്നുള്ളൊരു പേരിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അധിനിവേശ വിരുദ്ധ ഗ്രന്ഥത്തിന്റെ തലക്കെട്ടിൽ നിന്ന്, ആ ഒരു തീമിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പൂക്കോട്ടൂർ പട, മലപ്പുറം പട, മമ്പുറം പട, ചേറൂർ പട എന്നിങ്ങനെ 1921 വാരിയന്റെയും അതുപോലെ തന്നെ മറ്റു പ്രമുഖ സമര വീരശൂര പരാക്രമികളുടെയും ഒക്കെ നാടും ഊരും തെരഞ്ഞെടുത്ത് അത് ഓരോ ഹൗസുകൾക്ക് പേര് നൽകി നമ്മൾ വിദ്യാർത്ഥികൾക്കിടയിൽ മത്സരം സംഘടിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ലക്ഷ്യീകരിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ കലകൾക്കും നമ്മുടെ വിദ്യാഭ്യാസത്തിനും നമ്മുടെ ആദർശത്തിന് മേലെ അധിനിവേശം നേരിടുന്നവരോടുള്ള ഒരു സമര പ്രഖ്യാപനമാണ്. കലകളുടെ കലഹമാണ് നന്മകൾക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ മൂല്യവത്തായ കലകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്, അല്ലെങ്കിൽ അതിന്റെ മൂല്യവത്തായ കലകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരത്തിന് നമ്മൾ ഇവിടെ നാന്ദി കുറിക്കാനാണ് ഈ ഒരു പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും അവസാനം ഞങ്ങൾ 1ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദാർഹുദ നൽകുന്ന മലയാളത്തിലെ ഒരു ടെക്സ്റ്റ് പുസ്തകം ഉണ്ടായിരുന്നു. അതിൽ കല എന്ന് പറയുന്ന, അല്ലെങ്കിൽ കലയെ കുറിച്ച് പറയുന്ന ഒരു ലേഖനം
ആ ലേഖനത്തിൽ ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വാചകം എന്ന് പറയുന്നത്, ചെയ്യുന്നതെന്തും നന്നായി ചെയ്യലാണ് കല എന്നാണ് ആനി ബസലിന്റെ പക്ഷം എന്നുള്ള ഒരു വരി കാലങ്ങൾക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും, പ്രസംഗമാവട്ടെ, എഴുത്താകട്ടെ, പാട്ടാകട്ടെ, കവിതയാകട്ടെ, കഥയാകട്ടെ, അതിലപ്പുറം നമ്മുടെ വ്യക്തി ജീവിതമാകട്ടെ, എല്ലാ സംഗതികളെയും വളരെ മനോഹരമായി നല്ല രീതിയിൽ ചെയ്യുമ്പോഴാണ് അത് കലയാകുന്നത് എന്നുള്ള വളരെ മനോഹരമായ ഒരു ആശയം. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പരിപാടിയുടെ സംഘാടകരെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് അത് തന്നെയാണ്. ഈ ഒരു 7 ദിവസങ്ങളിൽ എന്നല്ല, നിങ്ങളുടെ തുടർന്നുള്ള മുഴുവൻ ജീവിതങ്ങളിലും നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും അത് ഏറ്റവും മനോഹരമായ രീതിയിൽ, ഏറ്റവും നല്ലതായ രീതിയിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കലാകാരനായി മാറുന്നു. നിങ്ങളുടെ വ്യക്തി ജീവിതത്തെ നിങ്ങൾ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ഏറ്റവും നല്ല അച്ചടക്കമുള്ള വിദ്യാർത്ഥിയാവുക. സ്ഥാപനത്തിന്റെയും അതുപോലെ തന്നെ മതത്തിന്റെയും വിധിവിലക്കുകൾക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ അതിനനുസരിക്കുന്ന ഏറ്റവും നല്ലൊരു അച്ചടക്കമുള്ള വിദ്യാർത്ഥിയാകുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു കലാകാരനാകുന്നു. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും, രാവിലെ എണീക്കുന്നത് മുതൽ, കുളിക്കുന്നത് മുതൽ, അലക്കുന്നത് മുതൽ, എഴുതുന്നത് മുതൽ, ഓരോ പഠിക്കുന്നത് മുതൽ, ഓരോ സംഗതികളും നിങ്ങൾ വളരെ മനോഹരമായി ചെയ്യുമ്പോൾ, നന്നായി ചെയ്യുന്നതെല്ലാം കലയാണ്. നന്നായി ചെയ്യുന്നവരെല്ലാവരും കലാകാരാണ്. ഒരു മത്സരമാണ്. ഒരു പക്ഷേ ചിലർ 1ാം സ്ഥാനത്തേക്കും, ചിലർ 2ാം സ്ഥാനത്തേക്കും, ചിലർ 3ാം സ്ഥാനങ്ങളിലേക്കും, ചില സ്ഥാനങ്ങൾ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറി നിൽക്കേണ്ടി വരാം. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ 100% സംതൃപ്തരാകുന്ന രൂപത്തിലാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കലാകാരാണ്. നമുക്ക് വേണ്ടതും കലാകാരെയാണ്. കലാകാരെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 7 ദിനരാത്രങ്ങളാണ് നമ്മൾ നിലകൊള്ളുന്നത്. അതിനു വേണ്ടിയിട്ടാവണം നിങ്ങളുടെ പരിശ്രമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ പ്രാർത്ഥന നിർവഹിച്ച ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഈ വേദിയിലേക്ക് ആദര പുരസ്സരം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ സദസ്സിന്റെ അധ്യക്ഷമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷറഫുദ്ദീൻ ഉസ്താദിനെയും വേദിയിലേക്ക് എല്ലാവിധ ആദരവോടും കൂടിയിട്ടും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഉദ്ഘാടനം നിർവഹിക്കാനിരിക്കുന്നതും ബഹുമാനപ്പെട്ട മീറാൻ ഉസ്താദ് തന്നെയാണ്. ഉസ്താദിനെ ഒന്നുകൂടി ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ആശംസ അർപ്പിക്കാനിരിക്കുന്ന സ്ഥാപനത്തിന്റെ സെക്രട്ടറി, വർക്കിംഗ് സെക്രട്ടറി ബഹുമാനപ്പെട്ട ഹക്ക് സാഹിബ്, അതുപോലെ മുസ്തഫ ഉസ്താദ്, ഹൈത്തമി ഉസ്താദ്, മറ്റു ഉസ്താദുമാർ എല്ലാവരെയും ഈ ഒരു വേദിയിലേക്ക് ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പരിപാടിയുടെ ആദ്യമധ്യാഹ്ന പരിപാടിയുടെ വിജയത്തിന് വേണ്ടി അഹോരാത്ര പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ടീം ഇവൻഷ്യ ഒരുക്കിയിട്ടുള്ള ഒരു തീം സോങ് ഉണ്ട്. ആ തീം സോങ്ങിന്റെ ലോഞ്ചിങ് കർമ്മം ഇൻഷാ അല്ലാഹ് ഈ വേദിയിൽ നടക്കും. അതുപോലെ ഇവിടെ നന്ദി പ്രകാശിപ്പിക്കാനിരിക്കുന്ന ബഹുമാനപ്പെട്ട അഹ്സൻ ഉസ്താദ് എല്ലാവരെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ഒരു ഉദ്ഘാടന സെഷന് വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എല്ലാവരെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ സംഘടനയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യരായ ഉസ്താദുകളെ ആദരപൂർവ്വം Bismillahirrahmanirrahim. أولئك يسارعون في الخيرات وهم لها سابقون. ഏറ്റവും പുതിയൊന്നിലായ വ്യക്തിയുടെ അധ്യക്ഷൻ ഷറഫുദ്ദീൻ ഉസ്താദ് അവരുടെ സ്ഥാപനത്തിൻ്റെ കരുത്തനായ സെക്രട്ടറി അബ്ദുൽ സാഹിബ്, മറ്റ്
മറ്റ് സ്റ്റേജിൽ ഉപവിഷ്ടരായ മുസ്തഫ ഉസ്താദ് അടക്കമുള്ള ആദരണീയരായ ഉസ്താദന്മാരെ, സ്നേഹനിധികളായ വിദ്യാർത്ഥികൾ, ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഓഫ്ലൈനായി അങ്ങനെ ഒരു പ്രയോഗത്തിലേക്ക് ഇപ്പോൾ നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഓഫ്ലൈൻ ഓൺലൈൻ രണ്ട് കാറ്റഗറിയായി നമ്മളുടെ പഠന രീതിയും മറ്റ് പരിപാടികളുമൊക്കെ വേർതിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഓഫ്ലൈനായി ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ മത്സരത്തിലേക്ക്, ഫെസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അവസ്ഥ ഇതിലേറെ ഭംഗിയായി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരം ഒരുക്കി തരട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു. ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, നമ്മളുടെ 6 ദിവസത്തെ അതല്ലെങ്കിൽ 7 ദിവസത്തെ പിരീഡുകളൊക്കെ കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഉപഭോക്താക്കളാകുന്ന അതല്ലെങ്കിൽ ഇതിൻ്റെ ഉപകാരം ചിന്തിക്കാനിരിക്കുന്ന നിങ്ങൾ ഈ പരിപാടിയെ സർവാത്മന സ്വീകരിക്കണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവരും അല്ലാത്തവരും, മത്സരം ഉള്ളവരും ഇല്ലാത്തവരും പൂർണ്ണമായി പരിപാടിയോട് സഹകരിച്ചുകൊണ്ട് അച്ചടക്കത്തോടുകൂടെ നിങ്ങൾ തുടർന്നെങ്കിലേ നമ്മൾക്ക് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അനാവശ്യമായി അലഞ്ഞു തിരിഞ്ഞ് അവിടെയും ഇവിടെയും നടക്കാതെ, ചുള്ളിക്കാടും കല്ലങ്കാടും തെരഞ്ഞു നടക്കാതെ, അപശബ്ദങ്ങൾ ഉണ്ടാക്കാതെ നമ്മളുടെ സദസ്സിൽ വന്നിരിക്കണമെന്ന് ആദ്യമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ തന്നെ സദസ്സ് അപശബ്ദങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഒരു കൂട്ടം ആളുകൾ അവിടെ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങുന്ന ആളുകളെ നോക്കി ടാറ്റ അടിക്കുകയാണ്. ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ശ്രദ്ധിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഈ മനുഷ്യ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കേവലം സ്റ്റേജിൻ്റെയോ അതല്ലെങ്കിൽ അതിൻ്റെ അനുബന്ധമായ മറ്റ് കൂൾ ഡ്രിങ്ക്സുകളുടെയോ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കാതെ നിങ്ങൾ ഈ പരിപാടിയുടെ ഒരു വളണ്ടിയേഴ്സ് കൂടി ആവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്നെങ്കിലേ നമ്മളുടെ ഈ പരിപാടി ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതല്ലെങ്കിൽ നമ്മളുടെ ഈ 7 ദിവസത്തെ ക്ലാസ്സുകൾ, പിരീഡുകൾ അങ്ങോട്ട് നഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇതിൻ്റെ ഉപകാരം ലഭിക്കണം. അതുകൊണ്ടാണ് ഇത്രയും ഗൗരവമായി ഈ കാര്യങ്ങൾ പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു മത്സരം സംഘടിപ്പിക്കുന്നത് നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കലാവാസനയെ പുറത്തെടുക്കാനും പ്രലോഭനങ്ങളിലൂടെ നിങ്ങളുടെ ആ അന്തർലീനമായി കിടക്കുന്ന ആ കലാവാസന പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. കാലങ്ങളായി ലോകത്ത് നടന്നു വരുന്ന ഒരു കാര്യമാണിത്. ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും, സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും, സ്റ്റേറ്റുകൾ കേന്ദ്രീകരിച്ചും, രാഷ്ട്രങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെ അന്താരാഷ്ട്ര മത്സരങ്ങൾ വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം നല്ല കഴിവുറ്റ ഒരു തലമുറയെ വാർത്തെടുക്കുക, ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ്. അതല്ലാതെ നമ്മൾ കേവലം ഒരു ജോലിക്ക് വേണ്ടി അതല്ലെങ്കിൽ ഒരു ടൈം പാസിന് വേണ്ടി കുറച്ച് സമയങ്ങൾ അങ്ങോട്ട് ചെലവഴിക്കുക എന്നുള്ളതല്ല. ആദ്യമായി പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും ഈ വിഷയത്തിൽ നിങ്ങളുടെ നിയ്യത്ത് നന്നാക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇതുകൊണ്ട് പ്രതിഫലം കിട്ടുകയുള്ളൂ. ഓരോരുത്തരുടെയും അഭിവാജ്ഞ പരിശോധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ തന്നെ നടന്നു വന്ന ഒരു സംഭവമാണ് ഇസ്ലാമികമായി പറയുന്നത്. നമ്മൾക്കറിയാമല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരുടെ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുന്നതായിരുന്നു കാണാൻ സാധിക്കും. കൂട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം,
ഒരു പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, അഖ്ബിറൂനി അൻ ഷജറത്തിൻ മസലുഹാ കമസലിൽ മുഅ്മിൻ. നിങ്ങളൊരു മരത്തെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരിക, മുഅ്മിനിന്റെ ഉദാഹരണം പോലെയാണ് ആ മരത്തിന്റെ ഉദാഹരണം. അതിന്റെ ഇല പൊഴിഞ്ഞു പോവുകയില്ല, അങ്ങനെയുള്ള ഒരു മരം. സഹാബാക്കൾ പലരും ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിൽ സങ്കല്പിച്ചു. കാടുകളിലൂടെ അവരുടെ മനസ്സ് സഞ്ചരിച്ചു. ആർക്കും ശരിയായ ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ആ കാലഘട്ടത്തിൽ ചെറിയ കുട്ടിയായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ അതിന്റെ ഉത്തരമുണ്ടായിരുന്നു. വലിയവരെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഞാനതിന് ഉത്തരം പറയണ്ടല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം പിന്മാറി. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബാക്കൾ പറഞ്ഞു, അങ്ങ് തന്നെ പറഞ്ഞു തരിക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്നഖ്ല, ഞാൻ ആ പറഞ്ഞ മരം ഈത്തപ്പഴം കായ്ക്കുന്ന കാരക്ക മരമാണ് ഞാൻ പറഞ്ഞത്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, എനിക്ക് വല്ലാതെ എൻ്റെ മനസ്സ് ആഗ്രഹിച്ചിരുന്നു അതിന് ഉത്തരം പറയാൻ. പക്ഷെ ഞാൻ ഓവർടേക്ക് ചെയ്യുന്നത് മോശമല്ലേ എന്ന് വിചാരിച്ച് പിന്തിരിയുകയായിരുന്നു. ഞാനിത് പറഞ്ഞത് അല്ലാഹുവിൻ്റെ റസൂൽ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങൾ അത് പുറത്തു കൊണ്ടുവരാനും അതിന് ഒരു മത്സര രൂപം ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചതായി അവിടുത്തെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ മത്സരിക്കുന്നതിനെ സംബന്ധിച്ച് ഒരുപാട് ഇടങ്ങളിൽ നമ്മളോട് പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുന്നു, അവര് നന്മയിലേക്ക് മത്സരിക്കുന്നവരാണ്, അവരത് എത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. അപ്പൊ നമ്മൾ ഓരോരുത്തരും ആ ഒരു നല്ല സതുദ്ദേശത്തോടുകൂടെ നന്മ എത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് ഇത് എന്നുള്ള ഒരു നിയ്യത്തോടു കൂടി ഈ പരിപാടിയുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഈ പരിപാടി കബൂൽ ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കലയുടെ കലഹം സെബീലിയൻ ആർട്ടിസ്റ്റുകാർക്ക് വേണ്ടി സെബീലിന്റെ ഗാനഗന്ധർവന്മാർ മാസ്റ്റർ മുസ്തഫ, മാസ്റ്റർ മുനൈസ്, മാസ്റ്റർ ഹിജാസ് എന്നിവർ തങ്ങളുടെ മധുര സ്വരങ്ങളിൽ രാഗത്തിന്റെയും ഈണത്തിന്റെയും വശ്യതകലത്തിൽ തയ്യാറാക്കിയ തഹരീസ് 2020 ഒഫീഷ്യൽ തീം സോങ് പുറത്തുവരികയാണ്. ലോഞ്ച് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സ്ഥാപന പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട വീരാൻ ഉസ്താദിനെ സാദരം സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. തഹരീസ് കലയുടെ കലഹങ്ങൾക്ക് സമാരംഭം കുറിക്കപ്പെടുകയായി. നൂറ്റാണ്ട് തികയുന്ന മലബാറിൻ്റെ അധിനിവേശ വിരുദ്ധ സമരച്ചൂടിൻ്റെ കലാവിഷ്കാരങ്ങൾക്ക് വേദിയൊരുങ്ങിക്കഴിഞ്ഞു. വാരിയൻ കുന്നൻ്റെ സമരതീക്ഷ്ണതയുടെ സ്മരണകൾക്ക് ജീവൻ നൽകി പൂക്കോട്ടൂർ മലപ്പുറം പടകളും സയ്യിദ് അലവി മൗലദവീല തങ്ങളുടെ പോരാട്ട വീര്യ സ്മരണകളെ പുനർജനിപ്പിച്ച് മമ്പുറം ചേറൂർ പടകളും അണിനിരക്കുന്ന കലയുടെ മഹാമാമാങ്കം. ഊക്കുള്ള വാക്കുകളും ആഴമുള്ള ആശയങ്ങളും ആകാശത്തോളം വിശാലമായ സ്വപ്നങ്ങളും ചൂടേറുന്ന ചിന്തകളും കൊണ്ട് വാദി ഹിദായയുടെ താഴ്വാരം പ്രകമ്പനം കൊള്ളുന്ന ദിനരാത്രങ്ങൾ വരവായി. തഹരീസ് 21 സബീൽ ആർട്ട് ഗാല കലയുടെ കലഹം. الصقور على الذرى وأسودنا قد زمجر أبطالا
ആമോദഹാരം കോർത്ത് വസന്തത്തിന്നീണം മീട്ടി തഹരീസിൻ നിശലമോളും സംഗീതം കേൾക്കാൻ കലയുടെ കലകം ഇതൊരു മുഖരിതരണ പേരി പ്രതിഭകളുടെ സ്വരമധുരിത വേദി ഹരം പകർന്ന് ജ്വരം പടർന്ന് കലോത്സവാരവമായി പ്രശോഭയിൽ പുതുസ്വരങ്ങൾ തീർക്കും പ്രതീക്ഷയും മാമലയും മധുവും നിറയും മാപ്പിളനാട് ജ്വലിച്ചൊരു കാലം പുകളേറുമതാ ചരിതത്തിൻ ശതകം തീർത്ത് പെരുത്തഴകാലും സാവേശം സാവേശത്തിൽ തിരതീരം പുൽകി സദാ സർഗാത്മകമായി തഹരീസിനാരങ്ങൊരുങ്ങി കടലോളം ഉന്മാദം പൊങ്ങി മലപ്പുറം അമ്പുറവും അണിനിരന്നൊരുക്കുന്ന കനവുകൾ ഉണരുന്ന ഗസലുകളിമ്പം തീർക്കുന്നു കരഘോഷമെങ്ങും കേൾക്കുന്നു ഫലമുകൾ ഉരക്കുന്ന കരവിരുതൊഴുകുന്ന നിറമേഴുമിരവുകൾ അജബുകൾ ചുരത്തുന്ന ചേറൊരു ബിംബം തീർക്കുന്നു പൂക്കോട്ടൂരും ചേരുന്നു തഹരീസിനാരങ്ങൊരുങ്ങി കടലോളം ഉന്മാദം പൊങ്ങി. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا وشفيعنا محمد ബഹുമാന്യരായ ഉസ്താദ് അവരുടെ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി അവരുടെ സഹപ്രവർത്തകർ നമ്മൾ ഇന്ന് മുതലും ക്ലാസ്സുകളൊക്കെ തൽക്കാലം മറ്റൊരു കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ച് ഒരു ഉന്നതമായ ഉത്കൃഷ്ടമായ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. നമ്മൾ നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്നതെന്തും നമുക്ക് ദുനിയാവിലെ ഉപകാരങ്ങൾ എന്നതിന് പുറമെ ആഖിറത്തിലേക്ക് കൂടി മുതൽക്കൂട്ടാണ് എന്ന ബോധ്യത്തോടു കൂടെയാണ് നാം ഇതിലേക്ക് ഇറങ്ങുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളും മുന്നേ കഴിഞ്ഞു പോയ ഉന്നതരായ ഇമാമുകളും ഒക്കെ പല രീതിയിലുള്ള മത്സരങ്ങളും സംഘടിപ്പിക്കുകയും അതിനൊക്കെ പ്രോത്സാഹനങ്ങൾ തരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ യുഗത്തിൽ നമ്മുടെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായകമാകുന്ന എല്ലാ കാര്യങ്ങളിലും കഴിയുന്നത്ര കാര്യങ്ങളിൽ നമ്മൾ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. നമ്മുടെ മത്സരങ്ങളുടെ വൈദ്യമൊക്കെ അനുസരിച്ച് ഏറെക്കുറെ കഴിയുന്നത്ര മത്സരങ്ങളിൽ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടാകും എന്ന് തന്നെ പ്രത്യാശിക്കുകയാണ്. കഴിയുന്ന അത്ര നന്നായി നമ്മുടെ മത്സരങ്ങൾ കാഴ്ചവെക്കാൻ ശ്രദ്ധിക്കണം. കല എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതെന്തും വെടിപ്പും വൃത്തിയുമായി ചെയ്യുക എന്നതാണെന്ന് സ്വാഗത ഭാഷണത്തിൽ നാം ശ്രദ്ധിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ നമ്മെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഖൈറുക്കും മൻ അമില അമലൻ ഫഅത്ഖനഹു, നമ്മളൊക്കെ പഠിച്ച ഹദീസായി. ഖൈറുക്കും മൻ അമില അമലൻ ഫഅത്ഖനഹു, നിങ്ങളിൽ ശ്രേഷ്ഠർ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് വളരെ കൃത്യമായി വസ്തുനിഷ്ഠമായി ചെയ്യുന്നവരാണെന്നാണ് ഹദീസിന്റെ ആശയം. അപ്പോൾ നമ്മുടെ നന്മ, നമ്മുടെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവരും ഏറ്റവും നല്ല രീതിയിൽ തങ്ങളുടെ മത്സരങ്ങളിൽ പങ്കെടുക്കണം എന്ന് മാത്രം
ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സംഗമത്തിന് ആശംസ അർപ്പിക്കാൻ ബഹുവന്യനായ സ്ഥാപനത്തിൻ്റെ സാരഥി അബ്ദുൽ ഹക്ക് സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പെൻസിൽ ഡ്രോയിങ് വിധായിക്കുള്ള വിദ്യാർത്ഥികൾ 8ാം ക്ലാസ്സിലേക്കും മെമ്മറി ടെസ്റ്റ് ഊലക്കുള്ള വിദ്യാർത്ഥികൾ 1ാം ക്ലാസ്സിലേക്കും എസ് റേറ്റിംഗ് താനേക്കുള്ള വിദ്യാർത്ഥികൾ 8ാം ക്ലാസ്സിലേക്കും എത്രയും പെട്ടെന്ന് എത്തിച്ചേരേണ്ടതാണ്. ഇന്ന് രാവിലെ നടക്കാനിരുന്ന ബുക്ക് റിവ്യൂ ആലിയ 9:45 8ാം ക്ലാസ്സിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ഏറ്റവും ബഹുമാനമായ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ഉസ്താദുമാരെ, വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. കോവിഡ് എന്ന മഹാമാരി നമ്മുടെ ക്ലാസ്സുകളും കഴിഞ്ഞ അധ്യയന വർഷം തന്നെ നമുക്ക് നടന്നുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ നിയമങ്ങളൊക്കെ ചുരുങ്ങുകയും നമ്മുടെ കോളേജുകളും സ്ഥാപനങ്ങളൊക്കെ തുറക്കുകയും അതിൻ്റെ ഇടയിൽ നിർബന്ധമായി നടത്തേണ്ട കലാകായിക പരിപാടികൾ നടത്താൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. ഏതായാലും വളരെ വാശിയോടുകൂടി അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ അച്ചടക്കവും മുമ്പേ നിലനിന്ന് പോന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് ഒരു വാശിയോടുകൂടി തന്നെ മത്സരങ്ങളിൽ വാശി നമുക്ക് നിർബന്ധമാണ്. നമ്മുടെയൊക്കെ ഉള്ളിൽ ഓരോരുത്തർക്കും ഓരോ കലാവാസനകൾ ഉണ്ടാകും. അതൊക്കെ പുറത്തു കൊണ്ടുവരാൻ നാളെയുടെ ഭാവി വലിയ ആളുകളായി പല രംഗങ്ങളിലും കഴിവ് തെളിയിക്കാൻ അതിൻ്റെ ഒരു തുടക്കമാണ് ഇത്തരത്തിലുള്ള മത്സരങ്ങളും പരിപാടികളും. അതുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ പരിപാടി കാണാനും കേൾക്കാനുമൊക്കെ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും. നല്ല നിലയിൽ തുടങ്ങി വളരെ നല്ല സന്തോഷത്തോടു കൂടി അവസാനിക്കണം. 7 ദിവസത്തെ പരിപാടിയാണ്. മീനാൻ ഉസ്താദ് പറഞ്ഞതുപോലെ അച്ചടക്കത്തോടു കൂടി എല്ലാവരും പൂർണ്ണമായി സഹായിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടികൾ പൂർത്തീകരിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഏതായാലും ഈ സംഗമത്തിലും ഈ സദസ്സിലും നമ്മുടെ കോളേജിലെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ബാബുകളും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് 2 വാക്ക് ആശംസ ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ ഉസ്താദ് ഈമാൻ ഉസ്താദ്, അഭിനന്ദനായ അബ്ദുൽ ഹക്ക് സാഹിബ്, ഷറഫുദ്ദീൻ ഉസ്താദ്, മറ്റു ഉസ്താദുമാരെ, ഹൗസുകളുടെ അധ്യാപകന്മാരെ, നമ്മളൊക്കെ വലിയ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ഒരു പരിപാടിക്ക് തുടക്കം കൊടുക്കും. ആരാണ് വിജയിക്കുക എന്നത് ഇപ്പോൾ തന്നെ പല ഹൗസിൻ്റെയും ആളുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ മത്സരം കഴിയുമ്പോൾ
നിങ്ങൾക്കൊക്കെ എന്ത് നേടും, നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവ് എത്രമാത്രം വികസിച്ച് കാണും എന്നതിലാണ് നമ്മുടെ വിജയം കിടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാം ചോദിക്കാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ണുകൾ തന്നു, കൈകാലുകൾ തന്നു, നമുക്ക് നല്ല ഒരു ശരീരം തന്നു. ഇതൊന്നും നമ്മൾ ആവശ്യപ്പെട്ട് തന്നതല്ല. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിക്ഷേപിച്ച കാര്യങ്ങളാണ് നമ്മുടെ കലാവിരുതുകൾ. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. മനുഷ്യനെ സൃഷ്ടിച്ച ആ കാലത്ത് തന്നെ മനുഷ്യന്റെ ഉള്ളിൽ ഈ കഴിവുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചിട്ടുണ്ട്. അത് വളർത്തിയെടുക്കുന്നവരാണ് വിജയി. അത് അല്ലാഹുവിന് വേണ്ടി, ദീനിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ഉമ്മത്തിന് വേണ്ടി ചെലവഴിക്കുകയും അതിൻ്റെ പ്രതിരോധത്തിനും അതിൻ്റെ പുരോഗതിക്കും വേണ്ടി അത് വിനിയോഗിക്കുകയും ചെയ്യുന്നവനാണ് വിജയികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്തതായിട്ട് ഹൈതമി ഉസ്താദ് ആശംസ. ഒരാഴ്ച കാലം നീണ്ടു നിൽക്കുന്ന വളരെ കനപ്പെട്ട ഒരു പരിപാടിയുടെ തുടക്കമാണ്. ഇതിൻ്റെ ഉപകാരം കിട്ടേണ്ടവർ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് എന്ന ഒരു ഉത്തമ ബോധത്തോടുകൂടി നമ്മുടെ ഈ മഹത്തായ ഈ ഒരു പരിപാടി ഉസ്താദ് പറഞ്ഞതുപോലെ ഒരാഴ്ചത്തെ ക്ലാസ്സുകളൊക്കെ മാറ്റിവെച്ച് നല്ല ഒരു ലക്ഷ്യത്തോടുകൂടെ നല്ല ഒരു ഉയർച്ചയ്ക്കും നല്ലൊരു ഭാവിക്കും വേണ്ടി നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതിൻ്റെ ഒരു ഗുണഫലം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അനുഭവിക്കാനും ആസ്വദിക്കാനും അത് മുഖേന നമ്മളിൽ പ്രതീക്ഷ അർപ്പിച്ച ഒരു സമൂഹത്തിനുമുള്ള ഒരു വലിയ റിസൾട്ടായിട്ട് അത് മാറും. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഈ മഹത്തായ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായിട്ട് ആശംസ അർപ്പിക്കാൻ ആദരവായ ഇബ്രാഹിം റസാ ഇസ്മായിൽ ഉസ്താദ് അവരുടെ السلام عليكم ورحمة الله وبركاته. الحمد لله يا الله والصلاة والسلام عليك يا رسول الله. یہ جو آپ لوگ جمع ہوئے ہیں تعلیمی سرگرمی کو روک کر ایک مسابقے کی شکل میں آپ لوگوں کو موقع دیا گیا ہے. یہ بڑی خوشی کی بات ہے کہ انسان کے اندر اس کے دل میں اس کے دماغ میں کیا جذبات ہیں, کیا فن ہے, کیا آرٹ, اس کے اندر کیا کیا چیزیں ہیں, جب تک وہ دوسروں کے سامنے اس کا اظہار نہیں کرتا ہے کسی کو معلوم نہیں چلتا ہے. تو آپ علم حاصل کرتے علم و ادب کا مظاہرہ تو آپ امتحان کے ذریعے سے معلوم چل جاتا ہے کہ آپ کتنے لائق ہیں, آپ کے اندر کیا قابلیت ہے. لیکن ایک مسابقہ جو ہوا کرتا ہے, ایک مقابلہ جو ہوا کرتا ہے, اس کا مطلب یہی ہوتا ہے کہ انسان کے اندر کتابت ہو, نظامت ہو, فن شاعری ہو, فن تقریر ہو, کوئی بھی فن ہو, اس فن کا اگر مظاہرہ کرنا ہے تو ہمیں مقابلے کے ذریعے سے, اسٹیج کے ذریعے سے ہم اس چیز کا جب آپ کا مظاہرہ کرتے ہیں تو عوام الناس کو اور تمام لوگوں کو اس کا پتہ چلتا ہے. اسی لیے کہا گیا ہے تو شاہین ہے پرواز ہے کام تیرا, تو شاہین ہے پرواز ہے کام تیرا, تیرے سامنے آسمان اور بھی ہیں
सरफरोशी की तमन्ना, सरफरोशी की तमन्ना अब हमारे दिल में है। देखना है जोर कितना बाजुए मुकाबिल में है। बड़ी खुशी की बात है कि आप लोग इस मुकाबले के लिए बनाम तहरीर आप शिरकत कर रहे हैं। अल्लाह ताला हर एक के दिलो दिमाग में एक हौसला, एक जोश, एक उरला पैदा फरमाए। इस खामोश मिजाजी तुम्हें जीने नहीं देगी। किसी ने कहा था ये खामोश मिजाजी तुम्हें जीने नहीं देगी। जीना हो इस दौर में तो कोहराम मचा दो। अस्सलाम वालेकुम। പിന്നെ ഔപചാരികമായിട്ടുള്ള സംസാരം എനിക്കറിയില്ല, പക്ഷെ എന്നാലും കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണം തോന്നി, അതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഓക്കെ, പിന്നെ ഞാനെപ്പോഴും ഇവിടെ വരുമ്പോൾ മാറ്റങ്ങളാണ് ഒബ്സർവ് ചെയ്യാറ്. അതായത് ഞാൻ പറഞ്ഞ സിസ്റ്റത്തിൽ നിന്ന് ഈ ഒരു സിറ്റിയിലേക്ക് വരുമ്പോൾ ഉള്ള മാറ്റങ്ങൾ. അപ്പോൾ ഞാനിവിടെ കണ്ടെന്ന് വെച്ചാൽ 7 ദിവസമാണ് ഇവിടെ ആർട്സ് ഫെസ്റ്റ് നടക്കുന്നത്. ഇത്ര ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ആർട്സ് ഫെസ്റ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചില അങ്ങനെ വരുമ്പോൾ അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസും വലിയൊരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പൊ നമ്മളെല്ലാവരും പറയുന്ന പോലെ തന്നെ എല്ലാവരിലും ഉണ്ടാവും ചില സ്പാർക്സുകൾ ഉണ്ടാവും, അതായത് ചില കലാവാസനകൾ ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യണം, ഇംപ്രൂവൈസ് ചെയ്ത് നേർച്ചർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് മുമ്പിലുള്ളത്. അതിനുള്ളൊരു വലിയ പ്ലാറ്റ്ഫോമാണ് ഈ 7 days എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് നന്നായിട്ട് എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാം. കാരണം ഇപ്പൊ നമ്മളിവിടെ വെൽക്കം സ്പീച്ച് നടത്തിയ ജെറിൻ അല്ലെ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആൾ സംസാരിച്ചത്. പക്ഷെ ഞാൻ എനിക്കൊന്നും ആ ഒരു സ്കില്ലൊന്നുമില്ല. കാരണം വെച്ചാൽ എനിക്ക് അത്രത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഞാൻ നിങ്ങളുടെ സിസ്റ്റത്തിലല്ല പഠിച്ചത്. അപ്പോൾ അദ്ദേഹം പിടിച്ചൊരു പ്രൊഡക്റ്റാണ്, ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു സ്കിൽ അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തു. എന്നതുപോലെ ഇവിടെ ഒരുപാട് ഉസ്താദുമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയതാണ് അവസരങ്ങളാണ്. ആ അവസരങ്ങൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ, എല്ലാവർക്കും കഴിവുകളുണ്ട്, കഴിവുകളില്ലാത്ത ആരും ഇല്ല ഇവിടെ. പക്ഷെ ആ കഴിവുകൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള കാര്യം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് എത്രയും നേരത്തെ നിങ്ങളുടെ ആ ഒരു സ്കിൽ അല്ലെങ്കിൽ ആ ഒരു ടാലന്റ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉന്നതിയിലെത്താൻ പറ്റും എന്നാണ് നമ്മുടെ ഒക്കെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇത് നല്ലൊരു പിന്നെ ഒരു അവസരമാണ്. അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുക, അത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വളരെ വൈകിട്ട് നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം തുടങ്ങാനായിട്ടുണ്ട്. ഏതായാലും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ ഉദ്ഘാടന ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിക്കുന്നതാണ് ഉത്തരവാദിത്വം. ഈ ചടങ്ങിൽ പ്രാർത്ഥന നിർവഹിച്ച് ഉദ്ഘാടനം ചെയ്ത വേദി ധന്യമാക്കിയ ബഹുമാന്യരായ മേരാൻ സാറിന് നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ ഈ ഉദ്ഘാടന ചടങ്ങിൻ്റെ അധ്യക്ഷകർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട ഷറഫുദ്ദീൻ ഉസ്താദ്, ആശംസകൾ അർപ്പിച്ച ഹക്ക് സാഹിബ് മുസ്തഫ ഉസ്താദ്, ഐതിം ഉസ്താദ്, അതുപോലെ മിസ്ബാഹ് ഉസ്താദ്, മുസമ്മിൽ ഉസ്താദ്, എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ പ്രിയങ്കരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒറ്റവാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് കൺതുറന്ന് കാണുക, നിന്നെയും ഈ ലോകത്തെയും നിഷ്കൃത്യത്തിന് മേൽ സക്രിയത കൊണ്ട് ക്രിയാത്മകതയോടെ പർദീസ തീർക്കുക. പടച്ചവന്റെ തുണി ഉണ്ടാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.